തിരുവെഴുത്തുകൾ, ദൈവത്തിന്റെ വചനമായിരിക്കുന്ന ബൈബിൾ, അത് മാത്രമാണ്. അതിന് വെളിയിൽ ആര് പറഞ്ഞാലും, അതിന് വിരുദ്ധമായി ആര് സംസാരിച്ചാലും അത് ദൈവദൂഷണമാണ്, ദൈവവിരുദ്ധമാണ്, ദൈവ പരിപാടികൾക്കെതിരാണ് എന്നാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. നാം ഒരുമിച്ച് ചേരുന്നത് ദൈവത്തിന്റെ വചനമായിരിക്കുന്ന തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിലാണ്. ആ സത്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്കുള്ളതായിരിക്കുന്ന കൂട്ടായ്മ എന്ന് പറയുന്നത്. ശമൂവേൽ പ്രവാചകൻ താന് ഒരു ബാലനായിരുന്നപ്പോൾ പറഞ്ഞതുപോലെ, അടിയനിതാ, അടിയനോട് അരുളി ചെയ്യണമേ. ദൈവം കൽപ്പിക്കുന്നതായ, ദൈവം അരുളി ചെയ്തതായ, ദൈവം വെളിപ്പെടുത്തിയതായിരിക്കുന്ന ദൈവത്തിന്റെ വചനം, അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളെ വിശ്വാസം രൂപപ്പെടുത്തേണ്ടത്. അതാണ് സത്യ ഉപദേശം എന്ന് പറയുന്നത്. അപ്പസ്തലികമായിരിക്കുന്ന ഉപദേശം ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതായിരിക്കുന്ന ഉപദേശമാണ്. ഒരു കാര്യം കൂടെ ഞാൻ അതിനെക്കുറിച്ച് പറയാതിരിക്കുവാൻ സാധിക്കില്ല. നമ്മൾ സത്യസന്ധമായിട്ട് ദൈവത്തിന്റെ വചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അതിനെ ദൈവഭക്തന്മാർ വിളിച്ചൊരു പേരുണ്ട്, അനാലജി ഓഫ് ഫെയ്ത്ത് എന്നാണ് അവരതിനെ വിളിച്ചത്. അതെന്താണ് എന്ന് ചോദിച്ചാൽ, ദൈവവചന സത്യങ്ങളെ പരസ്പരം ചേർന്നു പോകുന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ, മത്തായി സുവിശേഷത്തിൽ പറയുന്ന കാര്യം മർക്കോസിൽ പറയുന്ന കാര്യവുമായിട്ട് എതിർക്കാൻ പറ്റില്ല. അത് നമ്മൾ ഒരുമിച്ച് ചേർന്ന് പോകണം. നമുക്ക് ഇഷ്ടമുള്ളതായിരിക്കുന്ന ചില വാക്യങ്ങളെ മാത്രം അധികരിച്ച് ഉപദേശം സ്ഥാപിക്കുവാൻ സാധിക്കില്ല. നമ്മൾ ഉപദേശം സ്ഥാപിക്കേണ്ടത് ദൈവത്തിന്റെ വചനത്തെ എല്ലാം കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ്. മത്തായി സുവിശേഷത്തിൽ തുടങ്ങുന്നതായി, പുതിയ നിയമത്തിൽ ഞാൻ പ്രത്യേകിച്ച് ശ്രദ്ധയോടെ പറയുകയാണ്, മത്തായി സുവിശേഷത്തിൽ തുടങ്ങുന്നതായിരിക്കുന്ന ഉപദേശത്തിന്റെ ആരംഭം വെളിപ്പാട് പുസ്തകം 22-ാമത്തെ അധ്യായത്തിൽ 21-ാം വാക്യം വരെ ഉൾക്കൊള്ളുന്നതായിരിക്കുന്ന ആശയവും ഉൾക്കൊള്ളുന്നതായിരിക്കുന്ന ഉപദേശവുമാകണം. നമുക്കൊക്കെ പറ്റുന്ന ഒരു പരാജയമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഇഷ്ടമുള്ള ചില വാക്യങ്ങളുണ്ടല്ലേ, നമുക്ക് ഇഷ്ടമുള്ള ആ വാക്യങ്ങൾ ഇഷ്ടപ്പെടുന്നതിനെ സംബന്ധിച്ച് എനിക്ക് യാതൊരു പരാതിയില്ല. നമുക്ക് ഇഷ്ടമുള്ള ചില പുസ്തകങ്ങളുണ്ട്, ആ പുസ്തകങ്ങൾക്ക് വെളിയിൽ പോകാൻ നമുക്ക് ഇഷ്ടമല്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഈ 66 പുസ്തകം എന്തിനാ തന്നത്? നമുക്ക് ഇഷ്ടമുള്ളൊരു പുസ്തകവും ഇഷ്ടമുള്ള വാക്യങ്ങളും പോരായിരുന്നോ? എന്റെ പൊന്നു സഹോദരങ്ങളെ, സ്വർഗത്തിലെ ദൈവം നമ്മളോട് കൽപ്പിച്ചിരിക്കും, നമുക്ക് തരുന്ന ഈ 66 പുസ്തകവും ദൈവത്തിന്റെ വചനം തന്നെയാണ്. അതുകൊണ്ട് ബൈബിളിന്റെ ഒരു ഭാഗത്ത് പറയുന്ന കാര്യം മറ്റൊരു ഭാഗവുമായിട്ട് അങ്ങനെ ആശയവൈരുദ്ധ്യമായിട്ട് വരാനായിട്ട് പാടില്ല. ഒരു ആശയം മറ്റൊരാശയവുമായിട്ട് സംഘർഷണത്തിൽ വരാനായിട്ട് സാധിക്കില്ല. ദുരുപദേശങ്ങളെ കുറിച്ച് പറയുമ്പോൾ പറയാൻ കഴിയുന്ന ഒരു കാര്യം, ദുരുപദേശങ്ങൾ പൊതുവെ അത് അർത്ഥസത്യങ്ങളാണ്, പകുതി സത്യങ്ങൾ എന്ന് പറയാം. ദുരുപദേശം മനുഷ്യർ വിശ്വസിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അതിൽ കുറെ സത്യമുള്ളത് കൊണ്ടാണ്, തീരെ പൊട്ടന്മാരായതുകൊണ്ടല്ല. ചില വാക്യങ്ങളൊക്കെ എടുത്തവരങ്ങോട്ട് വ്യാഖ്യാനിക്കുമ്പോൾ അല്ലേ, യഹോവ സാക്ഷിക്കാരോട് സംസാരിച്ചാൽ എങ്ങനെ ഇരിക്കും? അവർക്ക് ചില വാക്യമൊക്കെ എടുത്തങ്ങനെ അത് മാത്രം ശ്രദ്ധിച്ചാൽ ഒരു പക്ഷേ അവർ പറയുന്നത് ശരിയാണ് എന്ന് തോന്നാനുള്ളതായിരിക്കുന്ന സാധ്യതയുണ്ട്. എന്നാൽ അവരുടെ പ്രശ്നം എന്താ? അവർക്ക് ഇഷ്ടമുള്ള വാക്യമുണ്ട്, അത് മാത്രമേ അവർ പറയുള്ളൂ. മറ്റു വാക്യങ്ങൾ, യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വത്തെ കുറിച്ച് പറയുന്നതായിരിക്കുന്ന വാക്യങ്ങളൊക്കെ അവരെടുക്കും. അതൊക്കെ പറയുമ്പോൾ അവർക്ക് ഇഷ്ടമാണ്. യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ കുറിച്ച് പറയുന്ന വാക്യങ്ങൾ മനഃപൂർവ്വം വിഴുങ്ങിക്കളയും. എന്താ യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിന്റെ 1-ാം വാക്യം പറഞ്ഞാൽ, അത് നമ്മൾ പറയുന്ന ഉപദേശവുമായിട്ട് അങ്ങോട്ട് ചേർന്ന് പോകുന്നില്ലല്ലോ. എന്റെ പൊന്നു സഹോദരങ്ങളെ, നമ്മളുടെ ഉപദേശം നമ്മൾ സ്ഥാപിക്കുമ്പോൾ ബൈബിളിലെ ചില വാക്യങ്ങളെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയല്ല, ബൈബിളിലെ വാക്യങ്ങളെ എല്ലാം കൂടെ സമാഹരിച്ച് നാം പറയുന്ന ഉപദേശവുമായിട്ട് ദൈവത്തിന്റെ വചനം യോജിക്കണം. അതിൽ ഒരാശയം മറ്റൊരാശയവുമായിട്ട് ആശയവിരുദ്ധമായി വരുവാൻ പാടില്ല. ഈ കാലങ്ങളുള്ളതായിരിക്കുന്ന വേറെ ഒരു ആശയത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞ് ഞാൻ എൻ്റെ അടുത്ത പോയിന്റിലേക്ക് വരാം. അതെന്താണ് എന്ന് ചോദിച്ചാൽ, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതായിരിക്കുന്ന ആളുകൾക്ക് സാമ്പത്തികമായിരിക്കുന്ന അനുഗ്രഹങ്ങളും അതുപോലെ തന്നെ ശാരീരികമായിരിക്കുന്ന രോഗനിവാരണവും ഉണ്ടാവും. അതിനെ സമ്പത്തിന്റെ സുവിശേഷം എന്നാണ് പറയുന്നത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ അടുക്കൽ വന്നാൽ ആളുകൾക്ക് സമ്പത്ത് കിട്ടില്ലേ? എനിക്കറിയാവുന്ന എത്രയോ ആളുകൾ, ദരിദ്ര നാരായണന്മാരായിട്ടുള്ള ആളുകൾ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചത് കൊണ്ട് അവരുടെ സമ്പത്ത് ഒരുപാട് വർദ്ധിച്ചതും ദൈവം അവരെ ധാരാളം അനുഗ്രഹിച്ചതും
എനിക്കറിയാം, നിങ്ങൾക്കറിയാം. ദൈവത്തിൻ്റെ വചനം പരിശോധിച്ച് നോക്കിയാൽ സമ്പന്നന്മാരായിരിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവം തൻ്റെ മക്കളെ സാമ്പത്തികമായി അനുഗ്രഹിക്കുന്നു എന്നുള്ളത് ഒരു പച്ചയായ പരമാർത്ഥമായിരിക്കുമ്പോൾ തന്നെ അതിനൊരു മറുവശമില്ലേ? ഇത് മാത്രം പ്രസംഗിച്ചുകൊണ്ട് നിങ്ങൾ യേശുക്രിസ്തുവിന്റെ അടുക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സകല സാമ്പത്തിക പ്രശ്നങ്ങൾ മാറും, ശാരീരിക പ്രശ്നങ്ങൾ മാറും എന്ന് പറയുന്നതായിരിക്കുന്ന ആളുകൾ, അവർ പറയുന്നത് സത്യമാണോ? അവർ പറയുന്ന കാര്യത്തെക്കുറിച്ചല്ല എനിക്ക് പരാതി, അവർ പറയാതിരിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് എനിക്ക് പരാതി. അതിനൊരു മറുവശമില്ലേ? ദൈവത്തിൻ്റെ അടുക്കൽ, കർത്താവായ യേശുക്രിസ്തുവിന്റെ അടുക്കൽ വരുമ്പോൾ സമ്പത്ത് കിട്ടും എന്നുള്ള കാര്യം പലപ്പോഴും ശരിയായിരിക്കുമ്പോൾ തന്നെ സമ്പത്ത് നഷ്ടപ്പെടും എന്നുള്ളതായിരിക്കുന്ന ഒരു കാര്യമില്ലേ? യേശുക്രിസ്തുവിനെ അനുഗമിച്ചത് കൊണ്ട് സമ്പത്ത് നഷ്ടപ്പെടുക, അങ്ങനെ സാധ്യതയില്ലേ? ഉണ്ട്. എബ്രായ ലേഖനകാരൻ പറഞ്ഞപ്പോൾ പറഞ്ഞു, സ്വർഗത്തില് അവർക്ക് നിലനിൽക്കുന്നതായിരിക്കുന്ന നിക്ഷേപമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അവർ സമ്പത്തുകളുടെ അപകാരം സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. യേശുക്രിസ്തുവിനെ വേണോ സമ്പത്ത് വേണമോ എന്ന് ചോദിച്ചപ്പോൾ യേശു മതി എന്ന് പറഞ്ഞ് ഒരുപാട് സമ്പത്തുകളുടെ ആ ആധിക്യത്തിൽ നിന്ന് തലതിരിച്ച് നോട്ടം വിട്ട് ഇറങ്ങിപ്പോന്നതായിരിക്കുന്ന ചരിത്രം ദൈവജനത്തിൻ്റെ ചരിത്രമാണ്. എനിക്ക് പരിചയമുള്ളതായിരിക്കുന്ന ഒരു ദൈവദാസിയാണ് അന്നമ്മ മാമൻ എന്ന് പറയുന്നതായിട്ടുള്ള ദൈവദാസി. ഞങ്ങളുടെ വീട്ടിലൊക്കെ അദ്ദേഹം വന്നിട്ടുണ്ട്. എനിക്ക് എന്നെ അവർക്കറിയില്ല, എന്നാൽ ദൈവദാസി എനിക്കറിയാം. അദ്ദേഹം എഴുതായിരിക്കുന്ന പാട്ടാണ്, അതെ, അല്ല, ആദ്യ പിതാക്കളാം അപ്പോസ്തലർ ദൂരവേ ദർശിച്ചി ഭാഗ്യദേശം, ആകയാൽ ഛേദം എന്നെണ്ണി ലാഭം, അന്യരെന്നെണ്ണി ലോകമതിൽ യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും. സമ്പന്നമായ ഒരു യാക്കോബയ കുടുംബത്തിലാണ് ആ പ്രിയ മാന്യ വനിത ജനിച്ചത്. അവരെ വിശ്വാസം സ്വീകരിച്ചതായിരിക്കുന്ന അവസരത്തിൽ അവർ വീട്ടിൽ നിന്ന് അവരെ ഇറക്കി വിട്ടു. എവിടേക്ക് പോകും എന്നറിയാതെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുന്ന അവസരത്തിൽ ദൈവം അവർക്ക് കൊടുത്തതായിരിക്കുന്ന ഒരു പാട്ടാണിത്. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി. അവരെ വിവാഹം കഴിച്ചില്ല. കർത്താവിന് വേണ്ടി ഒരു ദൈവത്തിന് സാക്ഷിയായിട്ട് അവരെ ജീവിച്ചു. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ പറയാം, യേശുവിനെ പ്രതി ഒരുപാട് സമ്പത്ത് വിട്ടുകളഞ്ഞതായിരിക്കുന്ന ഒരുപാട് ദൈവമക്കളുണ്ട്. അപ്പം അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് വരുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് സമ്പത്ത് കിട്ടാനാണ്. അതുകൊണ്ട് അത് മാത്രമാണെന്ന് പറയുന്നത് അത് വലിയ അപകടകരമായിരിക്കുന്ന ഉപദേശമാണ്. അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ചുള്ളൊരു വാക്കുകൂടെ ഞാൻ പറയട്ടെ. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണ് എങ്കിൽ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദം എന്നെണ്ണി. ഒരു പക്ഷേ ഒരു മഹാസമ്പന്നനായ മനുഷ്യന്റെ കുടുംബത്തിൽ ജനിച്ചയാളാണ് പൗലോസ്. അദ്ദേഹം ജന്മന, അതിനെക്കുറിച്ച് റോമൻ പടയാളി ശതാധിപൻ ചോദിച്ചു, നീ റോമാ പൗരനോ എന്ന് ചോദിച്ചുകൊണ്ടേ പറഞ്ഞു, അതെ. നിനക്ക് എങ്ങനെയാ റോമാ പൗരത്വം കിട്ടിയെന്ന് ചോദിച്ചു. ഞാൻ റോമാ പൗരനായിട്ട് ജനിച്ചയാളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരുപാട് കാശ് കൊടുത്താണ് ഈ റോമാ പൗരത്വം നേടിയത്. സാധാരണക്കാരായിരിക്കുന്ന ബലഹീനന്മാരായിരിക്കുന്ന ആൾക്കൊന്നും റോമാ പൗരത്വം കിട്ടില്ല. അവർ വളരെ സ്വാധീനമുള്ള ആളുകളായിരുന്നത് കൊണ്ടാണ്. ഒരു പക്ഷേ കിലിക്കിയിലെ തർസോസിലെ കിലിക്കിയിലുള്ളതായിരിക്കുന്ന ഏറ്റവും സമ്പന്നനായ മനുഷ്യനായിരുന്നിരിക്കാം പൗലോസിന്റെ മാതാപിതാക്കന്മാര്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദം എന്ന് എണ്ണുന്നു. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, അതുകൊണ്ട് സത്യ ഉപദേശം എന്ന് പറയുന്നത് ദൈവവചനത്തിലെ സത്യങ്ങളെ എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് നാം മനസ്സിലാക്കുന്നതായിരിക്കുന്ന ഉപദേശമാണ്. ഭാഗികമായി അങ്ങും ഇങ്ങു നിന്നും ചില വാക്യങ്ങൾ എടുത്ത് ഉപദേശങ്ങൾ സ്ഥാപിക്കുക എന്ന് പറയുന്നത്
അത് അപകടകരമായ കാര്യമാണ്. ദൈവം നമുക്ക് വിശ്വസിക്കുവാൻ ദൈവത്തിൻ്റെ വചനം മുഴുവനും നൽകിയിരിക്കുന്നു, അതിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ. അത് ശ്രദ്ധിക്കുവാൻ, പഠിക്കുവാൻ, അത് മനസ്സിലാക്കുവാനുള്ളതായിരിക്കുന്ന ഉത്തരവാദിത്വം നമുക്ക് ഉണ്ട്. ആദ്യത്തെ സെഷൻ 1 മണിക്കൂർ എന്നാണ് ഞാൻ വിചാരിച്ചത്. 45 മിനിറ്റ് ഉള്ളത്, 45 മിനിറ്റ്സ് അല്ലേ ആദ്യ സെഷൻ? ഓക്കെ. അപ്പം ഞാൻ അതിനെക്കുറിച്ച്, അപ്പം അന്യത ഉപദേശിക്കരുത്. ഇനി സത്യവിശ്വാസത്തിൻ്റെ അതിൻ്റെ തെളിവ് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, വിശ്വാസം എന്ന ദൈവ വ്യവസ്ഥയ്ക്ക്, അത് സത്യോപദേശം എന്ന് പറയുന്നത് വിശ്വാസം എന്ന ദൈവ വ്യവസ്ഥയ്ക്ക് ചേർന്നതായിരിക്കുന്ന ഉപദേശം. വിശ്വാസം എന്ന ദൈവ വ്യവസ്ഥയ്ക്ക്, ദുരുപദേശത്തെ കുറിച്ച് പറയുമ്പോൾ എന്താ പറയുന്നത്? വിശ്വാസം എന്ന ദൈവ വ്യവസ്ഥയ്ക്കല്ല, തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന. അവിടെ വിശ്വാസം എന്ന ദൈവ വ്യവസ്ഥയ്ക്ക് യോജിക്കുന്നതായിരിക്കുന്ന കാര്യമാണ് സത്യോപദേശം. എന്താണ് വിശ്വാസം എന്ന് പറയുന്ന ദൈവ വ്യവസ്ഥ? ഒയ്ക്കോനോമിയ, ഡിസ്പെൻസേഷൻ എന്നൊക്കെയുള്ളതായിരിക്കുന്ന വാക്കാണ് ഈ ദൈവ വ്യവസ്ഥ എന്ന് പറയുന്നതായിരിക്കുന്ന ആ വാക്കിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. അതിനെക്കുറിച്ച് കമൻട്രികൾ വായിച്ചാൽ അവർ പറയുന്ന കാര്യം, അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥമായി നമുക്ക് അതിന് ചേർത്ത് പഠിക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യം, വിശ്വാസത്താലുള്ള രക്ഷാപരിപാടി എന്ന് പറയുന്നതായിട്ടുള്ള ദൈവ വ്യവസ്ഥ. അതാണ് വിശ്വാസത്താലുള്ള രക്ഷാപരിപാടി എന്ന് പറയുന്നതായിട്ടുള്ള ക്രമീകരണം. സത്യോപദേശത്തിൻ്റെ ഉരകല്ല് എന്ന് പറയുന്നത് ദൈവം മനുഷ്യർക്കൊരുക്കിയിരിക്കുന്ന വിശ്വാസത്താലുള്ള രക്ഷ എന്ന് പറയുന്നതായിരിക്കുന്ന പരിപാടിയാണ്. നിങ്ങൾ എന്തെല്ലാം പ്രസംഗിച്ചാലും വിശ്വാസത്താലുള്ള രക്ഷ എന്ന ദൈവ പരിപാടിയോട് നിങ്ങൾ ചേർന്ന് ആ സന്ദേശമല്ല പറയുന്നതെങ്കിൽ പൗലോസ് പറയും അത് അന്യ ഉപദേശമാണ് എന്ന് പറയും. ഉപദേശത്തിന്റെ ഉരകല്ല് സുവിശേഷമാണ്. ഉപദേശത്തിന്റെ ഉരകല്ല് സുവിശേഷമാണ്. ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ഞാൻ എൻ്റെ പൊന്നു സഹോദരങ്ങളോട് ചോദിക്കട്ടെ, സുവിശേഷം പ്രസംഗിക്കുന്ന എത്ര വേദികളാണെന്നുള്ളത്? സമ്പത്തിനെ കുറിച്ച് പ്രസംഗിക്കുന്ന ഒരുപാട് വേദികളുണ്ട് കേട്ടോ. രോഗശാന്തിയെ കുറിച്ച് പ്രസംഗിക്കുന്ന ആളുണ്ട്. സമ്പത്തിനെ കുറിച്ച്, രോഗശാന്തിയെ കുറിച്ച് പ്രസംഗിക്കുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ സുവിശേഷമല്ല. സുവിശേഷം എന്ന് പറയുന്നത് ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളതായിരിക്കുന്ന സന്ദേശമാണ്. സുവിശേഷം പ്രസംഗിക്കുന്ന വേദികൾ ഇന്ന് വളരെ ചുരുങ്ങിപ്പോയിരിക്കുന്നു. കാരണം ആളുകൾക്കത് കേൾക്കാൻ താല്പര്യമില്ല കേട്ടോ. ചിലർ പറയും എവിടെ ഇപ്പം ചെന്നാലും സുവിശേഷം എന്ന് പറഞ്ഞൊരു പ്രസംഗം അല്ലേ, എന്തൊരു പ്രസംഗ, സുവിശേഷം പ്രസംഗം. പൗലോസ് 2 തിമോഥെയോസിന്റെ 4-ാമത്തെ അധ്യായത്തിൽ പറയുമ്പോൾ പറയും, കർണരസമാകുമാർ ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുന്ന നാഴിക വരുന്നു, നാളുകൾ വരുന്നു, ആളുകളുടെ കാതുകൾക്ക് ഇക്കിളി വരുത്തുന്ന, അവർ കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പറയാനാണെന്ന് ആളുകൾ അവരുടെ പുൾപിറ്റുകൾ ഉപയോഗിക്കുന്നത്. കയ്യടി വാങ്ങുവാൻ, ആളുകൾ കൂടുവാൻ, സ്തോത്ര കാഴ്ച വർദ്ധിപ്പിക്കുവാൻ എന്ത് മാർഗമുണ്ട് എന്നുള്ളതാണ് പലപ്പോഴും പ്രസംഗത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളതായിരിക്കുന്ന ദൈവവചനത്തിന്റെ സുവിശേഷം ഇന്ന് പല വേദികളിലും കേൾക്കുന്നില്ല എന്നുള്ളത് എത്രയോ സങ്കടകരമായ കാര്യമാണ്. ഉപദേശത്തിന്റെ ഉരകല്ല് വിശ്വാസം എന്ന ദൈവ വ്യവസ്ഥയ്ക്ക് അത് യോജിച്ചു പോകുന്നുണ്ടോ എന്നുള്ളതായിരിക്കുന്ന കാര്യമാണ്. എന്നെ പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, സ്വർഗത്തിൽ നിന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമ്മെ അന്വേഷിച്ച് ഈ ലോകത്തിലേക്ക് വന്നത് താൻ ഈ ലോകത്തിൽ വന്നിട്ടല്ലാതെ മനുഷ്യരുടെ പാപത്തിന്റെ പ്രശ്നത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയുകയില്ല എന്നുള്ളത് കൊണ്ടാണ്. അവൻ പാപികളെ അന്വേഷിച്ച് ഈ ലോകത്തിലേക്ക് വന്ന നല്ല ഇടയൻ ആണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവറിയിലെ മരണം നമ്മുടെ പാപങ്ങൾക്കുള്ള ഏക പരിഹാര മാർഗമാണ്. അതല്ലാതെ മനുഷ്യരുടെ പാപത്തിന്റെ പ്രശ്നത്തിന് ഒരു പരിഹാരമില്ല. കർത്താവായി ചില ആളുകൾ പറയുന്ന പോലെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണം വേണം, എന്നാലും അത് മാത്രം പോരാ.
മറ്റ് പല പരിപാടികളും കൂടെ ഉണ്ടെങ്കിൽ രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ എന്ന് പറയുന്ന ആളുകളോട് ചോദിക്കാനുള്ളത്, അങ്ങനെയാണെങ്കിൽ കർത്താവിന് ലോകത്തിലോട്ട് വരേണ്ട ആവശ്യമുണ്ടായിരുന്നോ? സ്വർഗത്തിൽ നിന്ന് ഇന്നിന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ പോരെ? തൻ്റെ കരങ്ങളെ ആ മരക്കുരിശിലെ വിരിച്ചു കൊടുത്ത് ക്രൂരമായിരിക്കുന്ന ഈ ആണികൾക്ക് തൻ്റെ ശരീരത്തെ ഏൽപ്പിച്ചു കൊടുത്ത്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് അലറിക്കരഞ്ഞ് നമുക്ക് പകരക്കാരനായി പാപമായി തീർന്ന, പാപത്തിന് പരിഹാരമായി തീർന്ന ദൈവപുത്രന്റെ പുണ്യാക രക്തമല്ലാതെ നമ്മുടെ പാപങ്ങൾക്ക് വേറെ ഒരു പരിഹാരമില്ല. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ഇന്ന് ക്രൂശിനെ വിട്ടുകളഞ്ഞു യേശു ക്രിസ്തുവിനെ ഒരു വശത്തേക്ക് മാറ്റി സുവിശേഷം ദൈവസഭ പണിയുന്ന ഒരു പരിപാടി വളരെ പ്രസിദ്ധമാണ്. എന്നാൽ പൗലോസിനോട് ചേർന്ന് നമുക്ക് പറയാനുള്ളത്, യഹൂദന്മാർക്ക് ഇടർച്ചയും യവനന്മാർക്ക് പോഷത്വമെങ്കിലും രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവശക്തിയായിരിക്കുന്ന ക്രൂശിന്റെ വചനം, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു എന്നുള്ളതായിരിക്കുന്ന ആ പ്രഖ്യാപനമാണ് എൻ്റെ പ്രിയമുള്ളവരെ നമുക്ക് പറയാനുള്ളത്. അന്യത ഉപദേശിക്കരുത് എന്ന്, വിശ്വാസം എന്ന ദൈവ വ്യവസ്ഥയ്ക്ക് യോജിക്കുന്ന നിലയിലുള്ളതായിരിക്കുന്ന ദൈവിക സന്ദേശം, അതാണ് സത്യോപദേശം. അതാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചതായിരിക്കുന്ന സന്ദേശം. അത് പ്രസംഗിക്കാനായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയും, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ ഏവനും അത് രക്ഷയ്ക്കായിട്ട് ദൈവത്തിന് ശക്തി ആകുന്നുവല്ലോ. എൻ്റെ പ്രിയമുള്ളവരെ, നമുക്കൊരു മടങ്ങി വരവ് ആവശ്യമാണ്. കുരിശിന്റെ ചുവട്ടിലേക്കുള്ളതായിരിക്കുന്ന ഒരു മടങ്ങി വരവ്. നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് അതിന് പരിഹാരം വരുത്തിയ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടുക്കലേക്കുള്ളതായിരിക്കുന്ന ഒരു മടങ്ങി വരവ് നമുക്ക് ആവശ്യമാണ്. കാരണം പല വേദികളിലും ഇന്ന് അതില്ല എന്നുള്ളതാണ് സങ്കടം. അതുകൊണ്ട് നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ വേലയിൽ രക്ഷപ്പെടും, എങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ഫലവത്തായ രീതിയിൽ ആളുകളെ ആകർഷിക്കാൻ കഴിയും എന്ന കാര്യത്തെക്കുറിച്ചൊന്നും എനിക്ക് പറയാൻ സാധിക്കുകയില്ല. പക്ഷേ നിങ്ങൾ അറിയിക്കേണ്ട സന്ദേശത്തെക്കുറിച്ച് പറയാൻ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാധിക്കും. അത് സുവിശേഷമാണ്. വിശ്വാസം എന്ന ദൈവ വ്യവസ്ഥയ്ക്ക് യോജിക്കുന്നതായിട്ടുള്ള സന്ദേശമാണ്. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ ഏവനും അത് രക്ഷയ്ക്കായിട്ട് ദൈവത്തിൻ്റെ ശക്തിയാകുന്നു. നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറിയിലെ ബലിമരണമാണ്. ദൈവം അവനെ മരിച്ചവിടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് മനുഷ്യരുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി ദൈവം ഒരുക്കിയ ക്രമീകരണം യേശു ക്രിസ്തുവിന്റെ ബലിമരണമാണ് എന്ന് ദൈവം സ്വർഗം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതാണ് മനുഷ്യരുടെ രക്ഷയ്ക്കുള്ളതായിരിക്കുന്ന അടിസ്ഥാനം. ഈ ദൈവ ക്രമീകരണം, ദൈവം ഒരുക്കിയതായിരിക്കുന്ന ഈ രക്ഷ സ്വീകരിക്കുവാനുള്ളതായിരിക്കുന്ന മാർഗമെന്ന് പറയുന്നത് വിശ്വാസമാണ്. വിശ്വാസത്തെ കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തികളും കാരണമല്ല. നമ്മളെ ആരുടെയും സൽപ്രവൃത്തികൾ കൊണ്ടല്ല നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ദൈവസ്വീകാര്യമായിരിക്കുന്ന ബലിമരണമാണ് അതിന്റെ അടിസ്ഥാനം. അത് സ്വീകരിക്കുന്നത് വിശ്വാസത്താലാണ്. വിശ്വാസം എന്ന ദൈവകൃപ, ദൈവ ക്രമീകരണം, ദൈവ വ്യവസ്ഥ. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ പറയട്ടെ, നമ്മളുടെ ഉപദേശം എന്താണ്? നമ്മളുടെ ഉപദേശം സതുപദേശമാണ്. അത് ദൈവവചനത്തിൻ്റെ സന്ദേശമാണ്. അത് ദൈവം നമ്മെ അറിയിച്ച സുവിശേഷമാണ്. അത് വിശ്വാസം എന്നുള്ളതായിരിക്കുന്ന ദൈവ വ്യവസ്ഥയാണ്. അതിന് ചേരുന്നതാണ്. കൃപയാൽ ദൈവം ഒരുക്കിയതായിരിക്കുന്ന ഈ രക്ഷ
വിശ്വസിക്കുന്ന ഏവർക്കും ലഭിക്കും എന്നുള്ളതായിരിക്കുന്ന ആ സന്ദേശമാണ് പ്രസംഗിക്കേണ്ടത്. എഫേസോസിലുള്ള പല ആളുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, ചിലർ ഇവ വിട്ടുമാറി വൃഥാവാദത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. ചിലർ എന്ന് പറഞ്ഞത് ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ പലർ എന്ന് പറയേണ്ടതായിട്ടിരിക്കുന്നു, ഒരുപക്ഷെ മിക്കവാറും എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് നാം ഒരുമിച്ച് ചേർന്നിരിക്കുന്ന ഈ ദിവസത്തിൽ നാം പറയുന്ന സന്ദേശം എന്താണ് എന്ന് നമുക്കൊരു പ്രാവശ്യം കൂടെ പരിശോധിക്കാം. നിങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന ആളുകളാണോ, അതോ നിങ്ങളുടെ സന്ദേശം വേറെ വല്ലതുമാണോ? എങ്കിൽ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോസ്തലനായ പൗലോസിനോട് ചേർന്ന് നമുക്ക് പറയാം, നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമെങ്കിലും രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തിയായിരിക്കുന്ന ക്രൂശിൻ്റെ വചനം നമുക്ക് പ്രഘോഷിക്കാം. സ്വർഗത്തിലെ ദൈവം അതിനായിട്ട് നമ്മളെ ബലപ്പെടുത്തട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനങ്ങൾ. When I was 19 years old, I accepted the gospel and was born again into God's family. എനിക്ക് 19 വയസ്സുള്ള സമയത്താണ് ഈ സുവിശേഷം സ്വീകരിച്ച് ദൈവ ഭവനത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇടയായത്. In 2006, the Lord burdened my heart to come into a full-time service and make myself available to Him. And since then, I have enjoyed what I was doing. 2006 ദൈവം എൻ്റെ ഹൃദയത്തിൽ ദൈവ വേലയ്ക്ക് വേണ്ടി വേർതിരിയുവാനായിട്ടുള്ള ഭാരം തരികയും അന്നു മുതൽ ഇന്നയോളം ഈ വേലയിൽ നിലനിൽക്കുവാനായിട്ട് ദൈവം കൃപ തരുന്നു. For 22 years, what the Lord has been teaching me is that the most important person in the whole world is the Lord Jesus Christ. കഴിഞ്ഞ 22 വർഷങ്ങളായിട്ട് ദൈവം എൻ്റെ ജീവിതത്തിൽ എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠമെന്ന് പറയുന്നത്, ഈ ലോകത്തിൽ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു വ്യക്തി എൻ്റെ ജീവിതത്തിൽ ഇല്ല എന്നുള്ളതാണ്. And that the most important book in the whole world is His word, the Bible. അവൻ്റെ വചനമായിരിക്കുന്ന ബൈബിളാണ് ഈ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും എന്ന് ദൈവം എന്നെ പഠിപ്പിച്ചു. My dear brothers, pastors and sisters, the people of God are expected to take God more seriously, and they should take Christ more seriously than they are. എൻ്റെ പ്രിയ ദൈവദാസന്മാരെ, സഹോദരങ്ങളെ, ദൈവത്തെയും ദൈവത്തിൻ്റെ വചനത്തെയും നാം ഇന്ന് കരുതുന്നതിനേക്കാളും ഗൗരവമായി നമ്മുടെ ജീവിതത്തിൽ എടുക്കുവാനായിട്ട് ദൈവം നമ്മളെക്കുറിച്ച് പ്രതീക്ഷിക്കുന്നു. And when we see in the Bible, those people who took God seriously, they also took His word very seriously. നാം ബൈബിളിലും കാണുന്നത് അങ്ങനെ തന്നെയാണല്ലോ. ദൈവത്തെ ഗൗരവമായി ജീവിതത്തിൽ കണ്ടതായിരിക്കുന്നവരെല്ലാം ദൈവത്തിൻ്റെ വചനത്തിനും അതേ ഗൗരവം തന്നെ കൊടുത്തിരുന്നു. You cannot separate the person from his words. നമുക്ക് ഒരു വ്യക്തിയെ അദ്ദേഹത്തിൻ്റെ വചനത്തിൽ നിന്ന് ഒരിക്കലും വേർതിരിച്ച് നിർത്തുവാനായിട്ട് കഴിയുകയില്ല. If Jesus Christ is important to us as we claim, then we need to value what He says. നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായിട്ട് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനെയാണ് നാം കരുതുന്നത് എന്ന് അവകാശപ്പെടുന്ന ആളുകളാണല്ലോ. അങ്ങനെയെങ്കിൽ അവൻ്റെ വചനത്തിന് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രാധാന്യമുണ്ടെന്നുള്ളത് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. I know you take God seriously. That is why you took the effort to come. നിങ്ങളത് വളരെ ഗൗരവമായിട്ട് എടുക്കുന്ന ആളുകളാണ് എന്നുള്ളതിൻ്റെ തെളിവാണല്ലോ നിങ്ങളെല്ലാവരും ഇന്ന് ഈ വേദിയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. But what I want to impress upon you today is the connection between Jesus Christ and His word, the Bible. And I want you to take this word seriously in your studies of it. അപ്പോൾ നമ്മുടെ ഈ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പഠനത്തിൽ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവും തൻ്റെ വചനവും തമ്മിലുള്ളതായിരിക്കുന്ന ആ ബന്ധത്തിന് നാം കൊടുക്കേണ്ടതായിരിക്കുന്ന പ്രാധാന്യം കൊടുക്കണമെന്നാണ് എനിക്ക് നിങ്ങളോടൊന്ന് പറയുവാനായിട്ടുള്ളത്. The people who God loved and whom the Lord used in the Bible took God very seriously. ദൈവം ഉപയോഗിച്ചതായിരിക്കുന്ന ദൈവദാസന്മാരെ കുറിച്ച് നാം ബൈബിളിൽ കാണുന്നവരുടെയൊക്കെ ജീവിതത്തിൽ അവർ ദൈവത്തിൻ്റെ വചനത്തെ വളരെ ഗൗരവമായിട്ട്
കരുതിയ ആളുകളാണെന്ന് നമുക്ക് കാണാൻ കഴിയും. One person that comes to my mind is Ezra. എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് എത്തുന്ന ഒരു വാക്ക് എസ്ര എന്നുള്ളൊരു വ്യക്തിയുടേതാണ്. In Ezra chapter 7 verse 10, we see that Ezra took God seriously and so he decided to do certain things. യസ്രായുടെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് ഇങ്ങനെയാണല്ലോ. യസ്ര ദൈവത്തെ എത്രമാത്രം പ്രാധാന്യത്തോടുകൂടെ കണ്ടു എന്നുള്ളത് നാം ആ വചനത്തിൽ വായിക്കുന്നുണ്ട്. It reads like this: For Ezra had set his heart, he decided to study the law of the Lord and to practice it and then to teach it to the people of God Israel. അവിടെ നാം വായിക്കുന്നത് യഹോവയുടെ ന്യായപ്രമാണം പരിശോധിക്കുവാനും അത് പ്രമാണിക്കുവാനും ഇസ്രായേലിൽ അതിലെ ചട്ടങ്ങളെ പഠിപ്പിക്കുവാനും യസ്ര മനസ്സ് വെച്ചു എന്നാണ്. Before that, we read like this about Ezra in verse 6. ഇതിനു മുമ്പായിട്ട് 6-ാമത്തെ വാക്യത്തിൽ നാം യസ്രായെ കുറിച്ച് വായിക്കുന്നത് It is said like this, that he was skilled with the word of God. ദൈവത്തിന്റെ വചനത്തിലെ ഒരു ശാസ്ത്രിയായിരുന്നു യസ്ര എന്നാണ് നാം വായിക്കുന്നത്. And then it says like this, that the king, who was the king in Ezra's time, granted Ezra all that he asked for because God was with Ezra. ആ കാലഘട്ടത്തിലെ രാജാവ് യസ്ര ആവശ്യപ്പെട്ടതെല്ലാം യസ്രയ്ക്ക് നൽകി എന്നാണ് നാം വായിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ദൈവം യസ്രയോട് കൂടെ ഉണ്ടായിരുന്നു. Ezra took God seriously. God took Ezra seriously because Ezra took God's word seriously. യസ്ര ദൈവത്തെ തന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടെ കരുതി. ദൈവം യസ്രയെയും അങ്ങനെ തന്നെ കരുതി. യസ്ര ദൈവത്തിന്റെ വചനത്തെ ഏറ്റവും ഗൗരവമായിട്ട് കണക്കാക്കി. If we want to love God more, to know God more and to please God, then we need to study his word very carefully. നമുക്ക് ദൈവത്തെ കൂടുതൽ ഇനിയും അറിയണമെങ്കിൽ